And verse 1 reads like this. അതിന്റെ ഒന്നാമത്തെ വാക്ക് ഇങ്ങനെ വായിക്കുന്നു. 2 Kings chapter 4 verse 1. രണ്ട് രാജാക്കന്മാർ chapter 4. നാലാമത്തെ അധ്യായം verse 1. 2 Kings chapter 4 അതിന്റെ ഒന്നാമത്തെ വാക്ക് ഇങ്ങനെ വായിക്കുന്നു. The wife of a man from the country of the prophets cried out to Elisha. പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യമാരിൽ ഒരുത്തി എലീശയോട് നിലവിളിച്ചു, Your servant my husband is dead. നിന്റെ ദാസനായ എന്റെ ഭർത്താവ് മരിച്ചുപോയി. Your servant my husband is dead. നിന്റെ ദാസനായ എന്റെ ഭർത്താവ് മരിച്ചുപോയി. That is the same thing that our dear Ammachi will say right now. ഇന്ന് പ്രിയ അമ്മച്ചിയോട് ചോദിക്കുകയാണെങ്കിൽ അത് തന്നെ പറയും. Your servant my husband is dead. നിന്റെ ദാസനായ എന്റെ ഭർത്താവ് മരിച്ചു. Now there are many people who have come here and have shared about how our Appachan served all the people here. ഇന്ന് ഇവിടെ അനുസ്മരണയിൽ അനേകർ പറയുവാനിടയായി എങ്ങനെയായിരുന്നു നമ്മുടെ അപ്പച്ചൻ എന്ന്. But you know what is the most beautiful thing about this verse? എന്നാൽ ഈ വാക്യത്തിന്റെ ഏറ്റവും മനോഹാരിത നിറഞ്ഞ അവസ്ഥ എന്തെന്നറിയാമോ? The next line says like this. അതിന്റെ അടുത്ത വാക്യം ഇങ്ങനെ പറയുന്നു, And you know that he revered the Lord. നിന്റെ ദാസൻ യഹോവ ഭക്തനായിരുന്നു എന്ന് നിനക്കറിയാമല്ലോ. He revered the Lord. അതെ, യഹോവയെ അവൻ സ്നേഹിച്ചു, യഹോവ ഭക്തനായിരുന്നു. That means he was a person who feared the Lord. അതിന്റെ അർത്ഥം ദൈവത്തെ ഭയന്നതായ ഒരു മനുഷ്യൻ. When I talk about my Appachan, I can tell all of you the exact same thing. അതെ, എന്റെ അപ്പച്ചനെ കുറിച്ച് പറയുമ്പോൾ ഇതേ കാര്യം തന്നെ നിങ്ങളോട് എല്ലാവരോടും പറയുവാൻ എനിക്ക് കഴിയും. Yes, indeed, he was a servant of the Lord. അതെ, അവൻ ദൈവത്തിന്റെ ദാസനായിരുന്നു. But most important, more than that, അതിനേക്കാളൊക്കെ പ്രാധാന്യമുള്ളത്, throughout his entire life, he was a man who lived in fear of the Holy God. അവന്റെ ഈ പ്രിയ പിതാവിന്റെ ജീവിതകാലം മുഴുവനും ദൈവത്തെ ഭയന്ന് ദൈവഭക്തിയോടെ ജീവിച്ചു. In the Bible, when this man died, that was the last testimony that his wife could tell about him. അതെ, വേദപുസ്തകത്തിൽ പറയുമ്പോൾ ആ മനുഷ്യൻ മരിച്ചപ്പോൾ അവന്റെ ഭാര്യയ്ക്ക് കൊടുക്കുവാൻ പറ്റുന്ന അവസാനത്തെ സാക്ഷ്യമാണത്. Not only our Ammachi, but even his children, his grandchildren, all of us can tell the same thing. അതെ, അമ്മച്ചിക്ക് മാത്രമല്ല മക്കൾക്കും കൊച്ചുമക്കൾക്കും എല്ലാവർക്കും ഈ പ്രിയ പിതാവിനെ കുറിച്ച് അത് പറയുവാൻ കഴിയും. He loved all of us. എല്ലാവരെയും പ്രിയ പിതാവ് സ്നേഹിച്ചു. He took care of us. ഞങ്ങൾക്ക് വേണ്ട സംരക്ഷണം തന്നു. But the most important thing was that he was a man who feared the Holy God. എന്നാൽ അതിനൊക്കെ അപ്പുറമായി അതിവിശുദ്ധ ദൈവത്തെ ഭയന്നതായ ദൈവഭക്തിയോടെ ജീവിച്ചതായ ഒരു വ്യക്തിയായിരുന്നു. When you look at the world today, അതെ, ലോകത്തിലേക്ക് നാം ഇന്ന് നോക്കുമ്പോൾ every man that is born lives without the fear and the knowledge of God. ഈ ലോകത്തിൽ ജീവിക്കുന്ന ജനങ്ങൾ ദൈവത്തെ കുറിച്ച് അറിവില്ലാത്തവരും ദൈവഭക്തിയില്ലാത്തവരുമായി ജീവിക്കുന്നു. Man does not think twice before they take another person's life. അതെ, ഇന്ന് ലോകത്തിൽ നാം നോക്കുമ്പോൾ ഒരു മനുഷ്യനെ കൊല്ലുമ്പോൾ അവൻ അതിനെ കുറിച്ച് ചിന്തിക്കാറില്ല. It is not very hard for anybody to commit sin today. ഇന്ന് പാപം ചെയ്യുക എന്നുള്ളത് വലിയൊരു വിഷയമല്ല. Very few people today are still living with the fear and the knowledge of God. ഈ ലോകത്തിൽ ദൈവഭയത്തോടും ദൈവത്തെ കുറിച്ചുള്ള അറിവോടും ജീവിക്കുന്ന ചുരുക്കം പേർ മാത്രമേ ഉള്ളൂ. When you live without the fear of God, ദൈവഭയമില്ലാതെ നാം ജീവിക്കുമ്പോൾ, when you come to the end of your life, ജീവിതത്തിന്റെ അവസാനത്തിലേക്ക് വരുമ്പോൾ, you will also have the fear of what is going to happen to you when your life is taken away. അതെ, നിന്റെ ജീവിതം ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടാൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് ഭയം നിന്നെ ഭരിക്കും. You know, this lady says, you know that my husband, he feared the Lord. ഇവിടെ പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യ പറയാണ്, നിന്റെ ദാസൻ യഹോവ ഭക്തനായിരുന്നു. You know that my husband served and he feared the Lord. അതെ, ദൈവത്തെ സേവിച്ചവനും ദൈവത്തെ ഭയന്നവനുമായിരുന്നു. That is the testimony that everybody else was talking about this man. അതെ, ഈ മനുഷ്യനെ കുറിച്ച് മറ്റുള്ളവർ പറയുന്ന സാക്ഷ്യം അതായിരുന്നു. If you ask anybody living in this neighborhood, I'm sure they will say the same thing about our dear Appachan. ഈ പ്രിയ അപ്പച്ചനെ കുറിച്ച് അയൽവാസികൾക്കും പറയുവാനുള്ളത് അതുതന്നെയാണ്. ഇദ്ദേഹം, ഈ മനുഷ്യൻ, ഈ പ്രിയ അപ്പച്ചൻ ദൈവത്തെ ഭയന്ന് ദൈവത്തെ സ്നേഹിച്ച് ജീവിച്ചവനായിരുന്നു. The Bible also says like this. വേദപുസ്തകം ഇങ്ങനെ പറയുന്നു. In Psalm 128, 128ാമത്തെ സങ്കീർത്തനം verse 1, അതിന്റെ ഒന്നാമത്തെ വാക്യത്തിൽ there is a beautiful verse that describes all people who fear the Lord. ദൈവത്തെ ഭയപ്പെടുന്നവരെ കുറിച്ച് മനോഹരമായി എഴുതിയിരിക്കുന്ന ഒരു വേദഭാഗമുണ്ട്. Psalm 128 verse 1 says like this. അതിങ്ങനെ പറയുന്നു, യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. Blessed are all who fear the Lord. ഓ, ദൈവത്തെ ഭയപ്പെടുന്നവൻ ഭാഗ്യവാൻ. Blessed are all who walk in his ways. ദൈവത്തിന്റെ വഴികളിൽ നടക്കുന്നവൻ ഭാഗ്യവാൻ. All the people who fear the Lord are considered to be blessed people. പ്രിയമുള്ളവരെ, ദൈവത്തെ ഭയപ്പെടുന്നവരെ ഭാഗ്യവാന്മാരെന്നാണ് പറയുന്നത്. Do you know why? എന്താണ് കാരണം? When they fear the Lord, ദൈവത്തെ ഭയപ്പെടുമ്പോൾ they will learn to walk in the ways of the Lord. അതെ, അവർ ലോകത്തിന്റെ വഴികളിൽ നടക്കുക
You know, the Bible tells a story like this. വേദപുസ്തകം ഇങ്ങനെ ഒരു കഥ പറയുന്നു. You know, when God created man in his own image and likeness, ദൈവം മനുഷ്യനെ സ്വന്തം രൂപപ്രകാരം സൃഷ്ടിച്ചപ്പോൾ, and when God blessed man with all the blessings that was there, അതെ, ദൈവം മനുഷ്യനെ സർവ്വ അനുഗ്രഹത്താലും അനുഗ്രഹിച്ചപ്പോൾ, God only gave one commandment to the man, and that was to obey whatever he says. ആ മനുഷ്യനോട് ദൈവം പറഞ്ഞത് ഒരേ ഒരു കാര്യമേ ഉള്ളൂ, നീ അനുസരിക്കണം. Because of the disobedience of one man, ആ മനുഷ്യന്റെ അനുസരണക്കേട് മൂലം, ഏക മനുഷ്യന്റെ അനുസരണക്കേട് മൂലം sin entered into the entire nation. ലോകത്തിലെമ്പാടും പാപം പരന്നു. And because of the sin of one man, you and I became sinners. അതെ പ്രിയമുള്ളവരെ, ആ ഏക മനുഷ്യന്റെ, ആ ആദ്യ മനുഷ്യന്റെ അനുസരണക്കേടെന്ന പാപത്താൽ നാം മുഴുവനും പാപികളായി തീർന്നു. And when the first man committed sin against God, അതെ, ആ ആദ്യ മനുഷ്യൻ ദൈവത്തിനെതിരായി പാപം ചെയ്തപ്പോൾ, do you know what is the first thing that he did? എന്താണ് അവൻ ആദ്യം ചെയ്തതെന്ന് അറിയാമോ? He went and hid himself. അവൻ താൻ തന്നെ ഒളിച്ചിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് Why? പോയി. Because he feared God. കാരണം എന്തെന്ന് വെച്ചാൽ അവൻ ദൈവത്തെ ഭയന്നു. He did not have the courage to come into the presence of God. അതെ, അവൻ ചെയ്ത പാപം മൂലം ദൈവത്തെ അവൻ ഭയന്നത് കൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുവാൻ ധൈര്യമില്ലാതെ പോയി. And all people who are born in this world are born in sin, are living in fear and are running away from the Holy ഇന്ന് God. ലോകത്തിലും അത് തന്നെയാണ് കാണുന്നത്. പാപത്തിൽ ജീവിക്കുന്ന മനുഷ്യന് ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ, ദൈവത്തെ അഭിമുഖീകരിക്കാൻ പറ്റാതെ ദൈവസന്നിധാനം വിട്ട് ഒളിച്ചോടുന്നു. The Bible in the book of Romans very clearly says all have sinned and have fallen short of the glory of God. വേദപുസ്തകത്തിലെ റോമാലേഖനത്തിൽ വളരെ വ്യക്തമായി പറയുന്നു, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെട്ടവരായി തീർന്നു. If there is anybody still sitting here who is running away from God, പ്രിയമുള്ളവരെ, ഇന്ന് പകൽക്കാലം ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ ദൈവസന്നിധാനം വിട്ട് ഓടുന്നവരായിട്ടുണ്ടെങ്കിൽ, if there is anybody sitting here who are still living in the fear of God, ദൈവത്തോടുള്ള പേടിയിൽ ജീവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, as we reminded you, we want to say again, the body of Apachan is speaking to all of us. ഞാൻ മുമ്പേ ഓർമ്മിപ്പിച്ചതുപോലെ വീണ്ടും ഓർമ്മിപ്പിക്കട്ടെ. ഈ പ്രിയ പിതാവിന്റെ ഭൗതികാവശിഷ്ടം ഇങ്ങനെയാണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. It is possible for all who have sinned to come back into God's presence again. പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് ഒളിച്ചോടി നടക്കുന്ന ഏവർക്കും ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാൻ അവസരമുണ്ട്. We will all bid goodbye to this body again. അതെ, നാം ഈ ശരീരത്തോട് ഗുഡ് ബൈ പറയും. After a little while, we will bury him into the ground. ചില നിമിഷങ്ങൾക്ക് ശേഷം ഈ ഭൗതിക അവശിഷ്ടം നാം ഭൂമിയിൽ അടക്കും. We will all bid goodbye. We will go to our homes. അതെ, നാം ഗുഡ് ബൈ പറഞ്ഞ് നമ്മുടെ ഭവനങ്ങളിലേക്ക് പോകും. But the Bible continues to say like this. വേദപുസ്തകം ഇങ്ങനെ പറയുന്നു. In the book of 1 Thessalonians, 1 തെസ്സലോനിക്ക ലേഖനത്തിൽ, as the voice of the archangel, അതെ, പ്രധാന ദൂതന്റെ ശബ്ദത്തിൽ, at the sound of the trumpet, ദൈവത്തിന്റെ കാഹളനാദത്തിൽ, as the voice of the Lord, കർത്താവിന്റെ കാഹള ശബ്ദത്തിൽ, the dead in Christ will rise first. ക്രിസ്തുവിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. The dead in Christ will rise first. ക്രിസ്തുവിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. And those who are alive together will be caught up with the Lord. അതെ, ജീവനോട് ശേഷിക്കുന്നവർ കർത്താവിനോട് കൂടെ എടുക്കപ്പെടും. Now what is the meaning of this? എന്താണ് ഇതിന്റെ അർത്ഥം? My Apachan is not here right now, ഞങ്ങളുടെ അപ്പച്ചൻ ഇപ്പോൾ ഇവിടെ ജീവനോടെ ഇല്ല. but I am alive. ഞാൻ ജീവിച്ചിരിക്കുന്നു. If the Lord comes right now, എന്റെ കർത്താവ് ഇപ്പോൾ വന്നാൽ, he who is dead in Christ will rise again, ക്രിസ്തുവിൽ മരിച്ചവർ ആദ്യമേ ഉയർത്തെഴുന്നേൽക്കും. and I who am alive together with my Apachan will be with the Lord. അതെ, ഞാൻ ജീവിച്ചിരിക്കുന്നത് ഞാൻ എന്റെ അപ്പച്ചനോട് ചേർന്ന് കർത്താവിനെ എതിരേൽക്കുവാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. But let me tell you, very with so much of love in my heart, അതെ, വളരെ സ്നേഹത്തോടെ ഇങ്ങനെ പറയട്ടെ, only those who accept the Lord Jesus Christ can enjoy this blessed privilege. പ്രിയമുള്ളവരെ, കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചവർക്ക് മാത്രമുള്ളതാണ് ഈ വലിയ പദവിയും അവകാശവും. Only those who live in the fear of the Lord, only those who walk in the way of the Lord can enjoy this blessed hope that is there in us. ദൈവത്തെ ഭയന്ന് അവന്റെ വഴികളിൽ ജീവിക്കുന്ന ഏവനും ഈ ഭാഗ്യാവസ്ഥ ലഭിക്കും. You know, when all of our life on this earth will be over, അതെ, നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതം കഴിയുമ്പോൾ we know that there is a second life that we will enjoy in the presence of our Lord. ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്കൊരു രണ്ടാം ജീവിതമുണ്ടെന്ന് നമുക്കറിയാം. That is the blessed hope that we all have. നമുക്ക് എല്ലാവർക്കുള്ള അനുഗ്രഹീതമായ പ്രത്യാശ അതാണ്. So it is okay even if Apachan is not here. അപ്പച്ചൻ ഇന്ന് ഇവിടെ ഇല്ല എന്നുള്ളത് ശരിയാണ്. We know that one day we will see him. നമുക്കറിയാം ഒരു ദിവസം പ്രിയ അപ്പച്ചനെ നാം കാണും. Until that day comes,
ആ ദിവസം വരും വരെ, until that day comes, ആ ദിവസം വരും വരെ, whether you come for any funeral, അതെ നിങ്ങളൊരു പക്ഷേ അനേക ഫ്യൂണറലുകൾക്ക് ശവസംസ്കാര ശുശ്രൂഷയ്ക്ക് വന്നെന്നിരിക്കാം, we will share the same message about the blessed hope. ദൈവജനം കൂടുന്നിടത്തൊക്കെയും ഈ അനുഗ്രഹീതമായ പ്രത്യാശയുടെ ദൂത് കേൾക്കുവാൻ കഴിയും. Is there anybody sitting here today? ഇന്ന് രാവിലെ സമയം ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും, Is there anybody sitting here today? ഇന്ന് ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും, Maybe you are living far away from God. ഒരു പക്ഷെങ്കിൽ നിങ്ങൾ ദൈവത്തിൽ നിന്ന് വളരെ ദൂരെ താമസിക്കുന്ന, Maybe there is that fear in your heart that does not allow you to come to God's presence. ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുവാൻ കഴിയാതെ വണ്ണം ഭയം നിന്നെ വിലക്കുന്നുണ്ടാകാം. I want to remind you this morning, ഈ പകൽക്കാലം ഇങ്ങനെ ഓർമ്മിപ്പിക്കട്ടെ, all that you need to do, നിങ്ങൾ ചെയ്യേണ്ടത് ask for the forgiveness of the sins that you have done. നിങ്ങളുടെ ജീവിതത്തിലെ പാപങ്ങൾക്ക് ദൈവത്തോട് ക്ഷമ ചോദിക്കുക. Come into God's presence and ask for forgiveness. ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു വന്ന് ദൈവത്തിൽ നിന്ന് ക്ഷമാപണം പ്രാപിക്കുക. Ask Him to come and live into your heart. നിന്റെ ഹൃദയത്തിലേക്ക് ദൈവം കടന്നു വന്ന് വസിക്കുവാൻ അനുവദിക്കുക. The word of God says, ദൈവത്തിന്റെ വചനം പറയുന്നു, to those who call on the Lord, to them He has given the privilege to become the children of God. അവനെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും തന്റെ മക്കളായി തീരുവാനുള്ള അവകാശം ദൈവം കൊടുത്തിരിക്കുന്നു. Is there anybody here who's willing to call on the name of the Lord? ഇന്ന് പകൽക്കാലം പ്രിയമുള്ളവരെ, ഈ ദൈവത്തിന്റെ നാമം വിളിച്ചപേക്ഷിക്കുവാൻ മനസ്സുള്ള ആരെങ്കിലും ഇവിടെയുണ്ടോ? When you accept the Lord Jesus Christ, കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുമ്പോൾ you are meant to live in the fear of the Lord. നിങ്ങൾക്ക് പിന്നീട് ദൈവത്തെ കുറിച്ചുള്ള പേടിയിൽ ജീവിക്കണ്ട. And that person is considered to be a blessed man. അങ്ങനെ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച ഒരു വ്യക്തിയെ കുറിച്ചാണ് പറയുന്നത്, അവൻ ഭാഗ്യവാൻ, അവൾ ഭാഗ്യവതി. It is our desire, it is all of our earnest desire, ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞതായ ആഗ്രഹം എന്തെന്ന് ചോദിച്ചാൽ, that nobody will go back who is still living lost and far away from God. നഷ്ടപ്പെട്ടവരായി ദൈവത്തിൽ നിന്ന് ദൂരവേ ജീവിക്കുന്നവരായി ആരും ഇന്നത്തെ പകൽക്കാലം ഇവിടം വിട്ട് കടന്നു പോകരുത്. Please think about your life today. നിന്റെ ജീവിതത്തെ കുറിച്ച് ഇന്ന് ചിന്തിക്കുക. And as I close with the prayer. അതെ, ഞാൻ എന്റെ വചന സൂക്ഷ അവസാനിപ്പിക്കുമ്പോൾ ഇങ്ങനെ അവസാനിപ്പിക്കുന്ന പ്രാർത്ഥനയോട്, that any person who is still living without the fear of God would ask the God to live in your life, so that like this Apachan, we can also say that man was indeed a blessed man. പ്രിയമുള്ളവരെ, നിങ്ങളിൽ ആരെങ്കിലും ദൈവഭയമില്ലാതെ ദൈവഭക്തിയില്ലാതെ ജീവിക്കുന്നുവെങ്കിൽ ഇന്നത്തെ പകൽക്കാലം ദൈവത്തോട് പറയുക, ദൈവമേ എന്റെ ജീവിതത്തിലേക്ക് നീ കടന്നു വരണം. അങ്ങനെ നീ പറയുന്നുവെങ്കിൽ ഈ പ്രിയ അപ്പച്ചൻ ജീവിച്ചതായ അതേ ജീവിതം നിങ്ങൾക്കും തുടരുവാൻ കഴിയും. May the name of the Lord be glorified. ദൈവത്തിന്റെ വിലയേറിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ. തുടർന്ന് നമുക്ക് ചില അനുസ്മരണ വാക്കുകളുണ്ട്. അതിനു മുൻപായിട്ട് പ്രിയ സാമുവേൽ എബ്രഹാം സഹോദരൻ മുൻപോട്ട് കടന്നു വന്ന് ചുരുക്കമായി പ്രാർത്ഥിക്കുന്നതായിരിക്കും. തുടർന്നുള്ള ശുശ്രൂഷകളുടെ അനുഗ്രഹത്തിനാണ്. സകല ആശ്വാസത്തിന്റെയും കേന്ദ്രമായിരിക്കുന്ന ഞങ്ങളുടെ നല്ല പിതാവേ, അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ദുഃഖസമയങ്ങളിൽ ഞാൻ നിങ്ങളോട് കൂടെയുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള കർത്താവിന്റെ സാന്നിധ്യം വാഗ്ദത്ത പ്രകാരം ഇവിടെ ഉള്ളതിനാൽ ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു, അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവിന്റെ വിലയേറിയ ദാസൻ ഭൂമിയിൽ അനേക വർഷങ്ങൾ ജീവിപ്പാനും അനുഗ്രഹിക്കപ്പെട്ടവനായിട്ട് ഈ പ്രദേശങ്ങളിലായിരിക്കാൻ സഹായിച്ചു. കർത്താവിന്റെ വിലയേറിയ കൃപയാൽ അവിടുത്തെ സന്നിധിയിലേക്ക് വിശ്രമത്തിന് വേണ്ടി അവിടുന്ന് വിളിച്ച് വേർതിരിച്ചതിനാൽ സ്തോത്രം. ഇന്ന് ഞങ്ങൾ ആ ശരീരത്തിന്റെ മുൻപാകെ ഇരിക്കുന്നു. പ്രിയ പിതാവേ, ഇവിടെ നടക്കുന്ന എല്ലാ ശുശ്രൂഷകളെയും അവിടുത്തെ കരങ്ങളിലേക്ക് വയ്ക്കുന്നു. പ്രകൃതിയെ അവിടുന്ന് ഞങ്ങൾക്ക് അനുകൂലമാക്കി തരണം. കടന്നു വന്ന എല്ലാ ദൈവജനത്തിനായിട്ടും സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, നടന്നുകൊണ്ടിരിക്കുന്ന ശുശ്രൂഷയ്ക്കായിട്ട് സ്തോത്രം. ഞങ്ങളെ കേൾപ്പിച്ച അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായിട്ട് സ്തോത്രം. നിന്റെ ദാസനെ വചനം കൊടുത്ത് അനുഗ്രഹിച്ചതിനാൽ സ്തോത്രം. ഇവിടെ ഒന്ന് കടന്നു പോകുന്ന ആരും യേശു കർത്താവിനെ കാണാതെ മടങ്ങിപ്പോകുവാൻ അനുവദിക്കരുതേ എന്ന് ഞങ്ങൾ അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇനി നടക്കുവാനുള്ള ശുശ്രൂഷകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ കർത്താവിന്റെ സന്നിധിയിൽ ഞങ്ങൾക്ക് ഒരുപാട് കൃപകൾ ആവശ്യമായിട്ടുണ്ട്. കർത്താവ് ഞങ്ങളോട് മനസ്സലിയുകയും കരുണ കാണിക്കുകയും ചെയ്താട്ട് കൂടി വന്ന ജനത്തോട് മനസ്സലിയണം. നടക്കുവാനുള്ള ശുശ്രൂഷകളെയൊക്കെയും അവിടുന്ന് അനുഗ്രഹിക്കണം. സകലവും യേശു കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയുണ്ടായി സ്വീകരിക്കുമാറാകണമേ. ആമീൻ. ദയവ് ചെയ്ത് ഈ പറയുന്ന നമ്പറുള്ള കാറ് ഒന്ന് മാറ്റിയിടണമെന്ന് അപേക്ഷിക്കുന്നു. 8693 8693 കാർ നമ്പർ 8693 ദയവ് ചെയ്ത് ഒന്ന് മാറ്റിയിടണമെന്ന് അപേക്ഷിക്കുന്നു. തുടർന്ന് നാം
അനുസ്മരണമായ ചില വാക്കുകൾ കേൾക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കർത്താവിന്റെ വിലയേറിയ ദാസൻ KP മത്തായി നിലമ്പൂരിൽ നിന്ന് കടന്നു വന്നിട്ടുണ്ട്. പ്രിയ കർത്തദാസൻ 2 മിനിറ്റ് അനുസ്മരണമായിട്ട് പറയുന്നതായിരിക്കും. പ്രിയ കർത്തദാസനെ അതിനായിട്ട് ക്ഷണിക്കുന്നു. പ്രിയ കർത്തദാസൻ KP മത്തായി 2 മിനിറ്റ് സമയം അനുസ്മരണമായിട്ട് പറയുന്നതായിരിക്കും. ദൈവനാമത്തിന് സ്തോത്രം. എൻ്റെ പിതാവിൻ്റെ കസിനായിട്ടുള്ള പൊതുവാംവീട്ടിൽ ഷൗമേൽ ചായൻ കഴിഞ്ഞ വെള്ളിയാഴ്ച കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടു. ആ നിലയിൽ ഞങ്ങൾക്ക് ദുഃഖമുണ്ട്. ശാരീരികമായി കർത്താവ് പ്രത്യാശ നൽകിയിട്ടുണ്ട്. ചില വാക്കുകൾ പറയട്ടെ പിതാവിനെക്കുറിച്ച്. നല്ല സാക്ഷ്യജീവിതം ചെയ്ത് കർത്താവിൻ്റെ സാക്ഷിയായി ഈ പ്രദേശത്ത് ജീവിച്ചതായിട്ടുള്ള പിതാവാണ് പൊതുവാംവീട്ടിൽ ഷൗമേൽ ചായൻ. നാം കേട്ടതുപോലെ ആൺമക്കളും പെൺമക്കളും കൊച്ചുമക്കളും കർത്താവിൻ്റെ സാക്ഷികളായി ജീവിപ്പാൻ വിവിധ സ്ഥലങ്ങളിൽ കർത്താവ് കൃപ കൊടുക്കുന്നു. അപ്പോൾ തന്നെ ഒരു പിതാവിന് ലഭിക്കേണ്ടതായിട്ടുള്ള ശുശ്രൂഷ മാന്യമായിട്ടുള്ള നിലയിൽ ലഭിച്ചതായിട്ടുള്ള ഒരു പിതാവാണ് ഷൗമേൽ ചായൻ. ഞാൻ കൂടെ ഭവനത്തിൽ വരുമ്പോൾ, പരിമലയിൽ ഭവനത്തിൽ പോയി കാണുമ്പോൾ ഒരു ഹോസ്പിറ്റലിലാണ് പിതാവ് കടന്നിരുന്നത് എന്ന് ഞാൻ ഓർക്കുകയുണ്ടായി. ഹോസ്പിറ്റലിൽ കടക്കുന്നത് പോലെയുള്ള ശുശ്രൂഷയാണ് പിതാവിന് ലഭിച്ചത്. പ്രിയ ലീഡിയന്റെ അച്ചായൻ പറഞ്ഞതുപോലെ എപ്പോൾ പിതാവിനെ കാണണമെന്ന് ആഗ്രഹിച്ചാലും മക്കൾ കൂടെ വന്നുകൊണ്ടിരുന്നു. അതൊക്കെ ഈ ഭൂമിയിൽ ആ മക്കൾക്ക് ചെയ്യാവുന്നതായിട്ടുള്ള വലിയ ഭാഗ്യമാണ്. നിനക്ക് നന്മയുണ്ടാകാനും നീ ഭൂമിയിൽ ദീർഘായുസ്സോടെ ഇരിപ്പാനും നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക എന്നുള്ള ആ കൽപ്പന പ്രിയപ്പെട്ടവർ നിവർത്തിച്ചു. എന്റെയും കൊച്ചുവീട്ടിൽ കുടുംബം, ഞങ്ങൾ ചില കുടുംബങ്ങൾ, പൊതുവാംവീട്ടിൽ കുടുംബം, കൊച്ചുവീട്ടിൽ കുടുംബം, കണിയാമ്പറമ്പ് കുടുംബം, മലബാറിൽ പോയിരിക്കുന്ന കൊച്ചുവീട്ടിൽ കുടുംബത്തെ പ്രതികരിച്ച് അനുശോചനം അറിയിക്കുന്നു. അപ്പോൾ തന്നെ പ്രിയ പിതാവിനെ വീണ്ടും കോടാനുകോടി വിശുദ്ധന്മാരോടുകൂടെ കർത്താവിനോടുകൂടെ കാണാം എന്നുള്ള പ്രത്യാശയോടുകൂടെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. ദൈവനാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. തുടർന്ന് നാം വീണ്ടും ദൈവവചനത്തിന്റെ കേൾവിക്കായും അനുസ്മരണത്തിന്റെ വാക്കുകൾക്കായും ഇരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. സുവിശേഷകൻ കർത്താവിന്റെ ദാസൻ MK ജോസഫ് മുൻപോട്ട് കടന്നു വന്ന് ചില വാക്കുകൾ അനുസ്മരണമായിട്ടും തുടർന്ന് ദൈവവചനത്തിൽ നിന്നും ശുശ്രൂഷിക്കുന്നതായിരിക്കും. 8 മിനിറ്റ് സമയം പ്രിയ കർത്തദാസൻ എടുക്കാവുന്നതാണ്. 8 മിനിറ്റ്. ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ അവസരത്തിൽ കഴിഞ്ഞ 16 വർഷമായിട്ട് ഈ പിതാവുമായിട്ടുള്ള ആത്മീയ സ്നേഹബന്ധം പുലർത്തുവാൻ എൻ്റെ ജീവിതത്തിലിടയായി. മാത്രമല്ല ഈ കഴിഞ്ഞ 4 വർഷം കർത്താവിൻ്റെ ശുശ്രൂഷയുള്ള ബന്ധത്തിൽ പാണ്ടനാട് ഇമ്മാനുവേൽ സൗത്ത് ബ്രദർ അസംബ്ലിയുള്ള ബന്ധത്തിൽ കഴിഞ്ഞ 4 വർഷമായിരിക്കാനായിട്ട് ഇടയായി. പ്രിയ വന്മേലിൽ ബേവിച്ചാനായിരുന്നു ഇവിടെ ആത്മീയ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ തന്നെ അതിനോട് ചേർന്ന് കർത്തൃ ശുശ്രൂഷയിൽ ആയിരിക്കാൻ എനിക്കും അവസരങ്ങൾ ഇടയായിട്ടുണ്ട്. അതിനു മുൻപായിട്ട് പുലിയൂരുള്ള ബ്രദർ അസംബ്ലിയിലായിരുന്നു ഞാൻ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ദൈവകൃപയാൽ ഇങ്ങനെ ഒരവസരം ഇവിടെ ലഭിക്കുവാനായിട്ട് ഇടയായപ്പോൾ ഈ പിതാവുമായിട്ട് അടുത്ത സ്നേഹബന്ധം പുലർത്തുവാനായിട്ടിടയായി. മാത്രമല്ല അതിനോട് ബന്ധപ്പെട്ട് കുഞ്ഞുങ്ങളുമായിട്ടും മക്കളുമായിട്ടും കൊച്ചുമക്കളുമൊക്കെ ആയിട്ടുള്ള ആ സ്നേഹം നിലനിർത്തുവാൻ എനിക്കും ഇടയായി. ഒടുവിലത്തെ 2 വർഷങ്ങളിൽ ശാരീരികമായി വളരെ പ്രയാസം അനുഭവിച്ചു. കൂടെ ഹോസ്പിറ്റലും അതുപോലെ തന്നെ ഭവനത്തിലുമായി പിതാവ് വിശ്രമിക്കേണ്ടതായിട്ട് വന്നു. ആ സമയങ്ങളിലൊക്കെ മക്കൾ യഥാസമയം കടന്നു വരികയും പ്രിയ പിതാവിനെ ശുശ്രൂഷിക്കുകയും ചെയ്യുന്നതിൽ
വളരെ താല്പര്യം കാണിച്ചു. അനുഗ്രഹിക്കപ്പെട്ട ഒരു കർത്താവിൻ്റെ ദാസനാണെന്നുള്ളത് ജീവിതത്തിൽ നിന്നും ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നും മനസ്സിലാക്കുവാനായിട്ടിടയായി. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ധാരാളമായ കൃപ നൽകി തന്നു. ഈ സഭയോടുള്ള ബന്ധത്തിൽ ആത്മീയ ശുശ്രൂഷകളായിരിക്കാൻ ഇടയായി. എന്നാൽ ഞങ്ങൾക്ക് ഈ സ്ഥലസഭയിൽ 2-3 പിതാക്കന്മാരുണ്ടായിരുന്നു. അവരൊക്കെ കടന്നുപോയി. എന്നാൽ ഇനിയും ആ വിടവ് ശേഷിക്കുകയാണ്. എന്നാൽ ദൈവകൃപയിൽ ആശ്രയിച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. വളരെ സന്തോഷമായിട്ട് പിതാവിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പാട്ടായിരുന്നു മാറാത്ത സ്നേഹിതൻ മാനുവേൽ തന്തിരു മാറിടം ചാരിടം ഞാൻ ദിനവും. ആ പാട്ട് പലപ്പോഴും പാടാറുണ്ട്, പലപ്പോഴും പാടി ആശ്വസിക്കാറുണ്ട്. ഞാൻ കൂടെ ഹോസ്പിറ്റലിലും അതുപോലെ ഭവനത്തിലും കടന്നു ചെല്ലുമ്പോഴൊക്കെ എന്നെ ആ നിലയിൽ പ്രത്യേകമായിട്ട് എൻ്റെ ജോസ് സഹോദര എന്ന് മാത്രമേ വിളിക്കുകയുള്ളൂ. 90 വയസ്സുള്ള പ്രിയ പിതാവിൻ്റെ ആ വിളി കേൾക്കുമ്പോൾ തന്നെ വളരെ അനുഗ്രഹമാണ്. അങ്ങനെ ആത്മീയമായിട്ടുള്ള ശുശ്രൂഷയിലും വളരെ പിൻബലമായിരുന്നു ഞങ്ങൾക്ക് പ്രിയ പിതാവ്. എന്നാൽ ആ വിടവ് ഇനി നികത്തേണ്ടതായിട്ടിരിക്കുന്നു. ദൈവം യഥാസമയത്ത് കാര്യങ്ങളൊക്കെ ക്രമപ്പെടുത്തട്ടെ. കർത്താവിൻ്റെ വേലയിൽ ഈ ദിവസങ്ങളിലായിരിക്കുമ്പോൾ പ്രിയ പിതാവിനോടുള്ള ബന്ധത്തിൽ പ്രത്യാശയുടെ 1-2 വാക്യങ്ങൾ മാത്രം ഓർപ്പിച്ചുകൊണ്ടിരിക്കാമെന്ന് ആഗ്രഹിക്കുകയാണ്. പത്രോസിന്റെ ലേഖനം 1-ാം ലേഖനം 4-ാം അധ്യായത്തിന്റെ 12-ാം വാക്യവും 5-ന്റെ 1-ാം വാക്യവും 5-ാം അധ്യായത്തിന്റെ 4-ാം വാക്യവും 5-ാം അധ്യായത്തിന്റെ തന്നെ 12-ാം വാക്യവും, ഇതെല്ലാം പ്രത്യാശയുടെ വാക്കുകളാണ്. ആ വാക്കുകൾ മാത്രമൊന്ന് വായിച്ച് ദൈവവചനത്തിൽ നിന്ന് ഇരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചു കൊള്ളുവിൻ. അങ്ങനെ നിങ്ങൾ അവന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ചാനന്ദിപ്പാൻ ഇടവരും. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമനിമിത്തം കഷ്ടങ്ങൾക്ക് പങ്കാളികളായി തീരുവാൻ ഇടയാകുന്നത് തേജസ്സിന്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ച് ആനന്ദിപ്പാൻ ഇടവരും. ഈ കർത്തൃദാസന്റെ ഒടുവിലത്തെ രംഗങ്ങളിൽ വളരെ ഭാരപ്പെടുവാനായിട്ടിടയായി. ആശുപത്രിയിലും ഭവനത്തിലുമൊക്കെ ആ നിലയിൽ കഴിഞ്ഞപ്പോൾ വളരെ ഭാരഹൃദയത്തിലുണ്ടായി. എന്നാൽ എനിക്കും അതിനോട് ചേർന്ന് കർത്താവിൻ്റെ ദാസനെ ശുശ്രൂഷിപ്പാനുള്ള കൃപകളൊക്കെ തക്ക സമയത്ത് ലഭിച്ചു. എന്നാൽ ഈ വചനം ആശ്വസിപ്പിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആ പ്രത്യക്ഷതയെക്കുറിച്ച് വെളിപ്പെടുത്തുമ്പോൾ തേജസ്സിന്റെ പ്രത്യക്ഷത എന്നാണ്. നമുക്ക് ലഭിക്കുവാനായിട്ട് പോകുന്ന തേജസ് എന്ന് പറയുന്നത് ഒരു പ്രത്യക്ഷതയുടെ തേജസ്സാണ്. കർത്താവായ യേശു ക്രിസ്തു മടങ്ങി വരുമ്പോൾ ആ പ്രത്യക്ഷത, തേജസ്സിന്റെ പ്രത്യക്ഷതയിൽ ഈ പ്രിയപിതാവും കാണുമെന്നുള്ള പ്രത്യാശ ഞങ്ങൾക്ക് മുൻപിലുണ്ട്. പിന്നെയും അപ്പോസ്തലനായ പത്രോസ് അവിടെ ഓർപ്പിക്കുന്നു, തേജസ്സിനെ കൂട്ടാളിയായിരിക്കുന്ന, കഷ്ടാനുഭവത്തിന് സാക്ഷിയും വെളിപ്പെടുവാനുള്ള തേജസ്സിനെ കൂട്ടാളിയുമായിരിക്കുന്നു. ഈ പ്രിയ പിതാവ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ തേജസ്സിനെ കൂട്ടാളിയുമായി തീരുവാൻ പോവുകയാണ്. ദൈവത്തിന്റെ വചനം വളരെ ആശ്വാസമായിട്ട് ഓർപ്പിക്കുന്ന ഒരു കാര്യമാണ്. പിന്നീട് പറയുന്ന തേജസ്സിന്റെ പ്രതിഫലം, ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ തേജസ്സിന്റെ വാടാത്ത കിരീടം പ്രാപിക്കുമെന്നാണ്. ഇടയശ്രേഷ്ഠനായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു പ്രത്യക്ഷപ്പെടുമ്പോൾ തേജസ്സിന്റെ വാടാത്ത കിരീടം പ്രാപിക്കുവാനായിട്ട് ഈ പ്രിയ അപ്പച്ചൻ എഴുന്നേറ്റ് വരുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇതാണ് ഞങ്ങളുടെ പ്രത്യാശയെങ്കിൽ പിന്നീട് നാം അവിടെ വീണ്ടും ഓർപ്പിക്കുന്നത്, എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തന്റെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവ കൃപാലുവായ ദൈവം വാഴ്ത്തപ്പെട്ടവൻ. ആ വിളിച്ചിരിക്കുന്ന സർവ കൃപാലുവായ ദൈവം വാഴ്ത്തപ്പെട്ടവനെന്നാണ്. ഇവിടെ തേജസ്സിന്റെ നിത്യ പ്രതിഫലം എന്നുള്ള നിലയിൽ നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. ഈ പ്രിയപിതാവിനെ സംബന്ധിച്ചിടത്തോളം തേജസ്സിന്റെ പ്രത്യക്ഷതയിൽ, പുനരുത്ഥാനത്തിന്റെ പ്രത്യക്ഷതയിൽ കാണുവാനായിട്ട് പോകുന്നു എന്നുള്ളത് ഒരു വലിയ സത്യമാണ്. അത് ഓർപ്പിക്കുമ്പോൾ തന്നെ തേജസ്സിനെ കൂട്ടാളിയായി തീരുവാനായിട്ട് ദൈവം ആ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. മാത്രമല്ല തേജസ്സിന്റെ വാടാത്ത കിരീടം പ്രാപിപ്പാനായിട്ട് ഒരുങ്ങുവാനായിട്ട് പോയിരിക്കുകയാണ്. മാത്രമല്ല തേജസ്സിന്റെ നിത്യ തേജസ്സെ കാണുവാനായിട്ടുള്ള പ്രത്യാശയിൽ പിതാവിനെ കാണാമെന്ന് ഇത് ഞങ്ങളുടെ പ്രത്യാശയാണ്. ഞങ്ങളുടെ സ്ഥലസഭയ്ക്ക് ഒരു വലിയ അനുഗ്രഹമായിരുന്നു പ്രിയ പിതാവ്. എന്നാൽ ഈ പിതാവിനെ സംബന്ധിച്ചിടത്തോളം ഇത്രത്തോളം ആത്മീയമായിട്ടുള്ള കാര്യങ്ങളും മക്കളെയും കൊച്ചുമക്കളെയൊക്കെ ആ നിലയിൽ വളർത്തിയെടുക്കുവാനുള്ള എല്ലാ ദൈവകൃപയും നൽകിയതോർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇപ്പോൾ ആയിരിക്കുന്ന ഈ സ്ഥാനത്തെ ദൈവവചനത്തിൽ നിന്ന് ഇങ്ങനെ ഒരു നിമിഷം ചിന്തിക്കുവാനും തേജസ്സിനോടുള്ള ബന്ധത്തിൽ ഈ 4 കാര്യങ്ങൾ ചിന്തിക്കുവാനായിട്ടിടയായി ആ തേജസ് ലഭിക്കേണ്ടതിനായി ദൈവമക്കൾ ആകാംക്ഷയോടെ കാത്തിരിക്കുവാനും ആ പ്രത്യാശയോടെ ആയിരിക്കാനും ഇടയാകണമെന്നുള്ളത്
സ്തോത്രത്തിനായിട്ട് ഓർപ്പിക്കുകയാണ്. ഇങ്ങനെ ഒരു അവസരം എനിക്ക് നൽകി തന്ന എൻ്റെ മാതൃസഭയോടുള്ള ബന്ധത്തിലുള്ള നന്ദി അറിയിക്കുമ്പോൾ തന്നെ പ്രിയപ്പെട്ടവരോടുള്ള ഈ കുടുംബത്തോടുള്ള നന്ദിയും കുഞ്ഞുങ്ങളോടുള്ള സ്നേഹബന്ധവും ആത്മീയമായിട്ടുള്ള പ്രത്യാശയും കൈമുതലാക്കിക്കൊണ്ട് പ്രിയ അപ്പച്ചനെ നമുക്ക് തേജസ്സിൽ കാണാം എന്നുള്ള പ്രത്യാശയോടെ ആയിരിക്കാൻ കർത്താവ് സഹായിക്കട്ടെ. അവൻ്റെ വിലയേറിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ. കുടുംബത്തോടുള്ള ബന്ധത്തിൽ പ്രിയ KC ബാബു മുൻപോട്ട് കടന്നു വരുന്ന 2 മിനിറ്റ് സംസാരിക്കുന്നതായിരിക്കും. KC ബാബു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ പിതാക്കന്മാരുടെ കണ്ണിയില് ഏറ്റവും അവസാന കണ്ണിയും ഇന്ന് ഇവിടെ നിന്ന് ഭൗതികമായി വേർപെടപ്പെട്ടു. വളരെയേറെ ഓർമ്മകൾ എൻ്റെ മനസ്സിൽ കൂടെ കടന്നു പോകുന്നുണ്ട്. എങ്കിലും പ്രകൃതിയുടെ ബുദ്ധിമുട്ടുകളൊക്കെ നമുക്കറിയാവുന്നതുകൊണ്ട് ഞാനൊന്നും ഇത്തരുണത്തിൽ സ്മരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. പ്രിയുപ്പാപ്പനിൽ നിന്ന് ധാരാളം മാതൃകകൾ ഓർക്കുവാനായിട്ടുണ്ട്. അതാണ് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്. എൻ്റെ പിതാവിനേക്കാളോ ഏറെ ഉപരിയായി വളരെയേറെ മാതൃകകൾ ഞങ്ങളുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നുണ്ട്. ദൈവം അദ്ദേഹത്തെ വിളിച്ചു വേർതിരിച്ചു എങ്കിലും